ഹലോ. അപ്പോൾ ഞാൻ വീട് മാറാൻ പോവുകയാണ്. നമ്മളുടെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് മാറാൻ പോവുകയാണ്. അതിനായിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാനുണ്ട്. പെട്ടെന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആയതുകൊണ്ട് സാധനങ്ങളൊന്നും ഞാൻ ഇതുവരെ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. പാക്ക് ചെയ്യണം. നല്ല വിഷമമുണ്ട് ഈ വീട്ടിൽ നിന്ന് മാറാൻ. കാരണം നേടെ വന്നിട്ട് 1.5 മാസം ഞാൻ ഇവിടെ അഡാപ്റ്റ് ചെയ്യും. ഈ ഒരു സ്ഥലമായിട്ട് നമ്മൾ അറ്റാച്ചായി അഡാപ്റ്റായി വരുമ്പോൾ പുതിയ സ്ഥലത്തേക്ക് മാറുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇപ്പം നമ്മൾ വന്നതിനേക്കാളും കൂടുതൽ സാധനം കൂടിയിട്ടുണ്ടാവും. നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിയതുണ്ട്, ഇവിടുത്തെ വിൻ്റർ ആവശ്യങ്ങൾക്ക് വാങ്ങിയ സാധനങ്ങളുണ്ട്, പിന്നെ ഇവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ട് ഇനി പോവണ്ടേ? അപ്പം നമുക്ക് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ആക്ച്വലി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. കിച്ചണിലാണെങ്കിൽ ഒരുപാട് സാധനമുണ്ട്, ബാത്റൂമിലുണ്ട്, ബെഡ്റൂമിലും ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവർ തന്ന സാധനങ്ങൾ ഇവർ തന്നെ സ്വന്തമായിട്ട് ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ സാധനങ്ങളൊക്കെ, പക്ഷെ തിരിച്ചു പോകുമ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇനി പാക്ക് ചെയ്യാനുണ്ട്. ഇനി കിച്ചണിൽ എന്തെല്ലാം സാധനമുണ്ട്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നല്ല നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം കിച്ചണിനകത്ത് തന്നെ ഈ സാധനങ്ങളുണ്ട്, ഇതിലുള്ള ഫുള്ള് സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ താഴെയുണ്ട് കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇവിടെ ഉണ്ട് വേസ്റ്റ് ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലുണ്ട് സാധനം. പിന്നെ ഫ്രിഡ്ജ് നോക്കൂ ഗൈസ്, ഫ്രിഡ്ജ് മൊത്തം ഫുള്ളാണ്. ഫ്രിഡ്ജിൻ്റെ സാധനം എങ്ങനെയാണ് ഞാൻ എംപ്റ്റി ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഫ്രിഡ്ജിൻ്റെ സാധനം എങ്ങനെ എംപ്റ്റി ചെയ്യേണ്ടതെന്ന് അവർ പിടിയില്ല. പിന്നെ ഇവിടുത്തെ സാധനമുണ്ട്. അങ്ങനെ ഓൾ ടുഗെദർ ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് സെറ്റാക്കി എല്ലാം കുട്ടപ്പനാക്കി വെക്കണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കിച്ചൺ സെറ്റിൻ്റെ സാധനങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാനിതിൽ നിറച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി 3 പെട്ടിയുണ്ട്. ഇത് നമുക്കിതിൽ നോക്കാം. ഡെയിലി വിളിങ്ങനെ ഉപയോഗിക്കാത്ത സാധനങ്ങളാണ്, എന്നാലും അപ്പം ഞാൻ വിചാരിച്ചത് പാക്ക് ചെയ്താണ്. ഇത് നമുക്ക് സ്പേസ് കിട്ടുന്ന രീതി നോക്കാം. കിച്ചണിൽ ഇപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. ഇനി നമുക്ക് ബെഡ്റൂമിൽ നമ്മൾ വലിങ്ങനെ ആവശ്യമില്ലാതെ ഡെയിലി ഉപയോഗിക്കാത്ത കാര്യങ്ങൾ നമുക്ക് എടുത്തിട്ട് മാറ്റി വെക്കാം. കമോൺ ഗൈസ്, നമുക്ക് പോകാം. ബെഡ്റൂമിനകത്ത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഇനി നമുക്ക് മാറ്റി വെക്കാം. എനിക്ക് തോന്നുന്നു തൽക്കാലം നമുക്ക് ഹാങ്ങേഴ്സ് എല്ലാം എടുത്ത് മാറ്റി വെക്കാം. കാരണം ഇതിപ്പോൾ ഉപയോഗിക്കണം എന്നില്ല, നാളെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന ഹാങ്ങേഴ്സ് നമുക്ക് തൽക്കാലം എടുത്ത് വെക്കാം. ടവൽസ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ എനിക്ക് തോന്നുന്നു ടവൽസ് എടുക്കാൻ തോന്നുന്നു എടുത്ത് വെക്കാൻ തൽക്കാലം. അതേപോലെ ഇവർ പ്രൊവൈഡ് ചെയ്ത ബെഡ്ഷീറ്റ്സ് ഉണ്ട്, അതും കൂടി എടുത്ത് വെക്കാമെന്ന് തോന്നുന്നു. ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഈ ഷെൽഫിൻ്റെ ഈ കണ്ണാടി ഡോറ് നമുക്കിങ്ങനെ തുറന്ന് വെക്കാൻ പറ്റുന്നത്. അതുവരെ എനിക്കത് അറിയുന്നുണ്ടായിട്ടില്ല ഗൈസ്. ഓക്കെ, നമ്മൾ എടുത്തു വെച്ച ഈ സാധനം പാക്കാക്കുന്നതിന് മുന്നേ നമുക്ക് ബാത്റൂമിലുള്ള നമ്മുടെ ആവശ്യമുള്ള സാധനം കൂടി നമുക്ക് എടുക്കാം ഗൈസ്. ഈ സാധനം കൂടി നമുക്ക് എടുത്തു വെക്കാം. ഓക്കെ, ഇതിനകത്തും കുറേ സാധനങ്ങളുണ്ട്. ഇതെന്താന്ന് പോലും അറിയില്ല. ഞാൻ വന്നേ പിന്നെ ഇതുവരെ ഉപയോഗിച്ചിട്ടാ. ഇവിടുന്ന് ഇവർ നമുക്ക് തന്ന സാധനങ്ങളാണ്. ഒന്ന് നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കുന്ന ലിക്വിഡ്, പിന്നെ ഇത് എന്താണെന്ന് അറിയില്ല, സംഭവം കാലി ബോട്ടിലാണ്. ഇത് ഹാൻഡ് വാഷ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ വാഷ് ബേസും പിന്നെ ബാത്ത് ടബൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള സ്ക്രബ്. പിന്നെ ദേ ഇരിക്കുന്ന ഹെയർ ഡ്രയർ. ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഇവർ തന്നതല്ലേ, ഇത് നമുക്ക് കൊണ്ടുപോകാനുണ്ട്. പിന്നെ ഇവിടെയുള്ള ടോയ്ലറ്റ് പേപ്പേഴ്സ്, പിന്നെ ഇതിൻ്റെ ബോക്സ്, ഹെയർ ഡ്രയറിൻ്റെ ബോക്സ്, ഇതും കൂടി എടുത്തു വെക്കാം. ഈ സാധനമൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി കുളിച്ചിട്ട് വന്നിട്ട് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കാം. പിന്നെ രാത്രി എല്ലാം ആകുമ്പോൾ ശരിയാവില്ല. അപ്പം നമുക്ക് ഫ്രഷപ്പായി വരാം, എന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാം. കാരണം ഇതിങ്ങനെ വലിയ കഷ്ടപ്പാടുള്ള പണിയൊന്നുമല്ല,
മീൻസ് ഇങ്ങനെ വേർക്കേണ്ട പണിയൊന്നും അല്ലല്ലോ. ഒന്ന് ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഫ്രഷപ്പ് ആവാം. കാരണം സാധനമെല്ലാം പുറത്തെടുത്ത് വെച്ചു, ഇനി സാധനം പാക്ക് ചെയ്യില്ല വേണ്ടു. ഫ്രഷായി വന്നു ഗൈസ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാം. നമ്മുടെ ഈ ടവല് നമ്മുടെ ബോക്സിൽ വെക്കുന്ന സമയത്ത് ഒരു ഐഡിയ ആക്കാം. നമുക്ക് നമ്മുടെ കണ്ണാടി പാത്രങ്ങൾ കൂടി അതിൽ വെക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ തുണിയിൽ നമ്മൾ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും പൊട്ടൂല. സോ നമുക്ക് അങ്ങനെ വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഓൾ ടുഗെദർ ഇത്രയും കണ്ണാടി പാത്രം തൽക്കാലം വെക്കാൻ പോകുന്നത്. ഇത് കൂടാതെ സാധനങ്ങളും ഉണ്ട്. അത് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കഴുകിയിട്ട് നോക്കാം. ഇവിടെയും ഉണ്ടൊരു ഗ്ലാസും ഒരിതും ഉണ്ട്. ആക്ച്വലി ഗ്ലാസിൻ്റെ ആവശ്യം തന്നെ എനിക്ക് വരുന്നു തോന്നുന്നില്ല. ഇത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ വെക്കാം. ഹലോ, അപ്പം ഞാൻ ഈ ഗ്ലാസ് ഐറ്റംസൊക്കെ ഞാൻ ഈ ടവലിൽ കെട്ടി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കിയും കുറേ സാധനങ്ങൾ പാക്കാക്കിക്കൊണ്ടുണ്ട്. ശരിക്കും എല്ലാം കൂടി ഒരുമിച്ച് പാക്കാക്കുന്നത് തലേ ദിവസം ആയതുകൊണ്ട് നല്ല സ്ട്രെസ്സായിരുന്നു. ഞാൻ നാളെ രാവിലെ ഫുഡാക്കി വെച്ച പാത്രങ്ങൾ, പിന്നെ അങ്ങനെ കുറച്ച് പാത്രങ്ങൾ ബാക്കിയുണ്ട്. പിന്നെയും ഞാൻ എല്ലാ റൂമും പോയി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു. ബെഡ്റൂം കണ്ട ഇവിടെ എല്ലാം മൊത്തം അലങ്കോലമായിട്ടുണ്ട്. ഇനി ഇതൊക്കെ വൃത്തിയാക്കി കിടന്നുറങ്ങാൻ എത്ര പണിയുണ്ട് എന്ന് ഞാൻ ആലോചിക്കുന്നത്. നാളെ രാവിലെ ഡ്യൂട്ടിക്കും പോകണം. ഈ പണിയെല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകേണ്ടത് ആലോചിക്കുമ്പോൾ എനിക്ക് മടിയും ആവുന്നു. പക്ഷെ വേറെ വഴിയില്ല. അതായത് പിറ്റേ ദിവസം 3 മണിയായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണം ഇനി പുതിയ വീട്ടിലേക്ക് പോകാൻ. ഹലോ ഗൈസ്, ഞാൻ ഓൾമോസ്റ്റ് ടയേർഡായി. കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചു. കിച്ചൺ കാലിയാക്കി ഏകദേശം. സാധനങ്ങളെല്ലാം ഇവിടെ വന്നു. ബെഡ്റൂമിൻ്റെ കാര്യം സെറ്റാക്കി, ബാത്റൂമിൻ്റെ കാര്യം സെറ്റാക്കി, എല്ലാം ഏകദേശം ക്ലിയറാക്കി. ഇനിയിപ്പോൾ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ മറന്നില്ലോ എന്നൊന്നും അറിയില്ല. ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പം നാളെ നമ്മൾ സെറ്റാവും. നാളെ രാവിലെ എന്തെങ്കിലും മറന്നതുണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ സെറ്റാക്കി വെക്കാം. ടാറ്റാ. ഡ്യൂട്ടിയുടെ ഇടയിൽ നിന്ന് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട് നോക്കാൻ വേണ്ടി വന്നു. എന്തെങ്കിലും സാധനം ഉണ്ടോ, മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വന്നത്. അപ്പോഴത്തേക്ക് വീട്ടിൽ ഒരു സാധനവും ഇല്ല. എല്ലാം അവരെടുത്തിട്ട് പോയിട്ടുണ്ട്. ഈവൻ ഫർണിച്ചർ പോലും. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഫർണിച്ചറൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ടെന്ന്. കാരണം ഞാൻ ഒന്ന് നോക്കിയപ്പം എവിടെ ഒന്നുമില്ല. എനിക്കങ്ങനെ കാണുമ്പോൾ എന്തോ സങ്കടം വന്നു. ഇത്രയും ദിവസം ഞാൻ താമസിച്ച വീടല്ലേ, ആകെ ഞാൻ അവിടെ കൂട്ടി വെച്ച കാറ്റഗറീസ് ആയിട്ടുള്ള വേസ്റ്റ് മാത്രം ഇവിടെ ഉണ്ട്. ബാക്കി എല്ലാം അവരെടുത്ത് കൊണ്ടുപോയി. ഇതാണ് ബെഡ്റൂമിൽ പോലൊരു സാധനമില്ല. ഈ ഡ്രോയർ, ഷെൽഫ്, പിന്നെ ഈ സാധനമൊക്കെ അവർ ഫിക്സ് ചെയ്യുന്ന സാധനമാണ്. അതായത് പീസായിട്ട് എടുത്തുകൊണ്ട് പിന്നെ ഫിക്സ് ചെയ്യുന്ന അതുപോലത്തെ. അങ്ങനെ ഓക്കെ, ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ തിരിച്ച് എൻ്റെ വീട് നോക്കാൻ പോവുകയാണ്. പുതിയ വീട് എങ്ങനെയാണെന്ന് പോലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം അറിയുമോ, പോലീസ് സ്റ്റേഷന് മേലെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും. പക്ഷെ നല്ല കോമഡിയാണല്ലോ അത്. ഓക്കെ, പോലീസ് സ്റ്റേഷൻ്റെ മേലെ ഫസ്റ്റ് ഫ്ലോർ നേരെ കയറുമ്പോൾ ഒരു വീടുണ്ട്. അതിന് ശേഷമുള്ള വീടാണ് ഞങ്ങളത്. ഒരു നൈബറുണ്ട്. ഒരു ഫാമിലിയാണ് നൈബറായിട്ട് താമസിക്കുന്നത്. ഓക്കെ, ഇതാണ് അപ്പം എൻ്റെ വീട്. ഞങ്ങൾ 2 പേരാണ് ഇവിടെ താമസിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, ഇത് ഫസ്റ്റ് കയറുന്ന എൻട്രൻസ്. ഇത് ടോയ്ലറ്റ്, കുഞ്ഞു ടോയ്ലറ്റാണ് കേട്ടോ. മുമ്പത്തെ വീട്ടിൽ ടോയ്ലറ്റും ബാത്റൂമൊക്കെ ഒരു സെക്ഷനിലായിരുന്നു. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ്. ഇത് ടോയ്ലറ്റ്. ഇനി ഇത് ബാത്റൂമാണ്. ബാത്റൂമിന് മുഖത്ത് കുറേ സാധനങ്ങൾ കൂട്ടി വെച്ച് അങ്ങോട്ട് കയറാൻ തന്നെ പണിയുള്ള പോലെയുണ്ട്. ഇപ്രാവശ്യം നമുക്ക് വാഷിംഗ് മെഷീനും ഡ്രയറും ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടു കൊടുത്തിട്ട് അവരാണ് ഞങ്ങൾക്ക് വാഷ് ചെയ്ത് തരുന്ന ഡ്രസ്സൊക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ബാത്റൂം നല്ല വലുതായിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡുള്ളത് കിച്ചണാണ്. കിച്ചണും സംഭവം വലുതാണ്. പക്ഷേ പാത്രങ്ങൾ വെക്കുന്ന സ്ഥലം ഇങ്ങനെ അത് കുറച്ച് കുറവാണ്. 2 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഈ സ്റ്റവൊക്കെ ഉള്ളത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട്. നമുക്ക് അവരൊരു അയൺ ബോക്സ് തന്നിട്ടുണ്ട്, അയൺ ചെയ്യാനുള്ള ഒരു റൂം. ഞങ്ങൾ ക്ലോത്ത്സൊക്കെ വാഷ് ചെയ്ത് ഇവിടെയാണ് നമുക്ക് ഉണങ്ങാനിടാൻ പറ്റുന്നത്. അപ്പം ഇതും ഓക്കെ. ഇനി 2 സെക്ഷനായിട്ടാണുള്ളത്. 2 ലിവിങ് റൂമും ബെഡ്റൂംസും. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഓപ്പോസിറ്റിൽ, ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂം. ഇത് ഇത് ലിവിങ് റൂം. ഇവിടെ ലിവിങ് സ്പേസ്, ഇപ്പുറം ഡൈനിങ് ടേബിൾ വെക്കും. ആ ഡൈനിങ് ടേബിൾ വെക്കുന്ന സ്പേസാണിത്. അത് കഴിഞ്ഞ് ഇതാണ് അവളുടെ ബെഡ്റൂം. ഇനി ഈ സ്ഥലത്തേക്ക് വേറൊരാളും കൂടി വരാനുണ്ട്. ഇതാണ് അവരുടെ സ്പേസ്. ഇത് കുറച്ച് ചെറുതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് എൻ്റെ സ്ഥലം കാണിച്ചു തരാം. ഇത് എൻ്റേത്. ഇത് എൻ്റെ ലിവിങ് റൂം.
ഇപ്പോൾ സാധനമൊക്കെ വെച്ച് അലങ്കോലമായിട്ടുണ്ട്. ഇപ്പോൾ വന്നെത്തി സാധനങ്ങൾ വെച്ചതേ ഉള്ളൂ. ഇത് ബെഡ്റൂമിലാണെങ്കിൽ മാട്രസ് എത്തിയിട്ടില്ല ഇതുവരെ, കാരണം വലിയ ബെഡല്ലേ, അപ്പോൾ 2 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, മാട്രസ് വരുന്നവരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെത്. ഇനി സെറ്റപ്പായിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം, എൻ്റെ ലിവിങ് റൂമും ബെഡ് സ്പേസും. ഓക്കെ, ഇതാണ് ഞങ്ങൾ ജാക്കറ്റൊക്കെ തൂക്കി വെച്ചു. ഓക്കെ, ഇതാണ് എൻ്റെ ലിവിങ് റൂം. ഇത് കുറച്ച് സെറ്റാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച ശേഷം ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഇനി എൻ്റെ ബെഡ്റൂം കാണിച്ചു തരാം. ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരാളും കൂടി വരാനുണ്ടെന്ന്. അപ്പോൾ അപ്പുറം സ്പേസിൽ വാടക കുറച്ച് കുറയും. പക്ഷേ ഇവിടെ ഒരാൾക്ക് മാത്രം താമസിക്കുന്നതുകൊണ്ട് ഫെയറായിട്ട് ഡിവൈഡ് ചെയ്തപ്പം എൻ്റെ സ്പേസിലത് വാടക അങ്ങനെ കുറയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വാടകയും ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഇതാണ് എൻ്റെ ബെഡ്റൂം. നമുക്ക് കിട്ടുന്ന പകുതി പൈസയും ഇവിടെ ഈ വീടിന് തന്നെ ചിലവാക്കേണ്ട പോലെയാണ്. അത്രയും കോസ്റ്റ്ലിയാണ് വീടിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ഇവിടുത്തെ സാലറി സിസ്റ്റം എങ്ങനെയാണ്, എന്തൊക്കെയാണ് ടാക്സിൽ പോകുന്നത്, എത്ര വാടക കൊടുക്കണം, ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളും ഒക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ബൈ.